ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാ. കാരണം അള്ളാൻ്റെ കാവലുണ്ടായി. ഇങ്ങോട്ടെ കാണി ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല. കേട്ടാണ് അത് ഇതാ കണ്ടില്ല ഇളനീന്. അതായത് ഈ കയറിതാ, ഈ കയറുമത്തെ കെട്ട് ലൂസായിരുന്നു. ഇത് ലൂസായി കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ഈ കെട്ടുണ്ടല്ലോ, ഇത് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാനിതിന് കുളത്തിട്ട്, ഇതിങ്ങനെ കുളത്താണ്. ഈ കുളത്ത് ഇതിനുള്ളിൽ കൂടെ ഇടണം. കണ്ടില്ല കണ്ടാണ് ഇവിടെ. ഇതിപ്പോൾ എങ്ങനെ കാണിക്കാത്ത എങ്ങനെ കൊളുത്തും. ഇത് കൊളുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവം കണ്ടില്ലേ? ഇതിനുള്ളിൽ കൊളുത്തും. ഈ കുളത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് താഴത്തുള്ളം വലിക്കും. അപ്പോൾ വലിച്ചിക്കണേ സംസുഖം വലിച്ചപ്പോൾ ഇത് കട്ട് ചെയ്ത പാട് ഈ കൊലമതി കയറ് കഴിഞ്ഞ്. അപ്പോൾ കമ്പി ഈ കുളത്തുണ്ടല്ലോ, ഇരുമ്പും കൂടി ഒക്കെപ്പാടെ താഴത്തേക്കൊണ്ട് വീണ് ഇവിടെ കാറ് നിൽക്കണ്ടായിരുന്നു. അതാണ് അള്ളാൻ്റെ കാവല്. ഇന്നത്തെ ദിവസം കേട്ടോ, 29/5/2025 വീഡിയോ ആണ് ഞാനീ പറഞ്ഞത്. അവിടെ കാറ് നിൽക്കണേ കണ്ടില്ലേ? അതിൻ്റെ ഇടയിൽ അള്ളാൻ്റെ കാവലുണ്ടായെന്ന് പറയാം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ തെങ്ങ് ഇതാണ് 24 ന്യൂസുകാർ എടുത്തെന്ന് പറഞ്ഞില്ല. ആ തെങ്ങിൻ്റെ മുകളിലാണ് ഇപ്പോൾ കയറി. ഇവിടെയാണ് തെങ്ങിൻ്റെ ഓക്കെ കംപ്ലീറ്റ് ഓല വെട്ടിയാണ്ടില്ലേ. അപ്പോൾ സംശയമൊക്കെ കൊണ്ടിടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അള്ളാൻ്റെ കാവൽ ചില സമയത്ത് നമുക്കൊക്കെയും വരും കേട്ടോ. ഞാൻ ഒന്നും പറയല്ല, ഒന്നും ഉണ്ടായിട്ട് പറയല്ല. നമുക്കൊക്കെ റബ്ബിൻ്റെ കാവലുണ്ടാവും. നമ്മൾ ആരും വിചാരിക്കേണ്ട റബ്ബ് നമ്മളെ കൈ വിട്ടെന്ന് ഒരിക്കലും വിടൂല. അതാണ് ഞാൻ പറയുന്നത്. ഞാനിന്ന് വേറൊരു സ്ഥലത്ത് പോയി പറിക്കേണ്ട ആളാണ്. കാരണം ഇതിനും വലിയ അപകടം. അപ്പോൾ ആ അപകടം അവിടെ വരാൻ പോകേണ്ടത് നിൽക്കുക അറിയില്ല. കാരണം ഞാൻ ഈ കുളത്ത് കഴിഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അപ്പുറത്തെ കാർ അപ്പോൾ ഇന്ന് ഇവിടെ വന്ന കാരണം ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നു പോകുന്ന സംഭവങ്ങളാണ്. അള്ളാൻ്റെ കാവ് നമ്മൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും നല്ല വഴിക്കൂടെ പോകണം. ആ വഴി തിരഞ്ഞെടുത്തിട്ട് പോയാൽ മതി. ആരും വേദനിപ്പിക്കണ്ട ദുനിയാവിൽ. ചിരിച്ചോളി കളിച്ചോളി ഒക്കെ നടന്നോളി. അതിൻ്റെയൊക്കെ പിന്നീട് എന്താണെന്നുള്ള റബ്ബിനെ അറിയുള്ളൂ. ഇപ്പം ഞാനിതങ്ങനെ സമയത്ത് ഇങ്ങനെ ഡാൻസ് ആടുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാനാണ് ആടുന്നത്. കാരണം അങ്ങനെയാണ് സമനില തെറ്റുമ്പോഴേ. അപ്പോൾ മറ്റുള്ളവർ ചിരിക്കുകയാണ്. കാരണം എനിക്ക് എന്തിനാണ് ഞാൻ പഠിച്ചോണ്ട് പറയും, എന്തിനാണ് എന്നെ ഈ ആൾക്കാരെ മുന്നിൽ ഒന്നുമില്ലാത്ത തരത്തിലാക്കണമെന്ന്. കാരണം നിങ്ങളെപ്പോലൊക്കെ നല്ലപോലെ രീതിയിൽ നടക്കേണ്ട ഒരാളാണ് ഞാൻ. ചില സമയത്ത് ഞാൻ ഡാൻസ് ആടുന്നുണ്ട്. എന്താ അതിൻ്റെ പിന്നിൽ അള്ളാക്കാൻ അറിയുള്ളൂ. എനിക്കൊന്നും അറിയില്ല. ഇവിടെ ഞാൻ കുറേ ഇരുന്ന് കാര്യം പഠിച്ചുണ്ട്. എന്തിനാണ് ഇന്നിങ്ങനെ ജനങ്ങളെ മുന്നിൽ ഒന്നും അല്ലാത്ത ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്. പക്ഷേ ഇങ്ങോട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നണേ ഞാൻ അങ്ങനെ ഒരാളടുത്തേക്ക് പോട്ടെ, നാളെ പോട്ടെ, മറ്റന്നാൾ പോവാം, അല്ലെങ്കിൽ ഇന്ന് പോട്ടെ എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലൊരു കാര്യം പറയും. എന്താ അറിയോ? ഇന്ന് പോകണ്ട, നാളെ പോയിക്കോണം, ഇതൊക്കെ കുറച്ച് ഇപ്പോൾ പോകണ്ട, വൈകുന്നേരം പോയിക്കോ. അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു സ്വയം ചിന്തിക്കുക. നമ്മളെ ചിന്തയാണ്. രണ്ട് തരത്തിലുള്ള ചിന്ത വരും. അങ്ങോട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിനെ പറയും പോകണ്ടെന്ന്. അപ്പോൾ ആ പോകണ്ടെന്നുള്ളതിനായിട്ട് പിടിച്ചാൽ മതി. പോയിക്കോ എന്നുള്ളതിൻ്റെ പിന്നാലെ നടക്കണ്ട കേട്ടോ. അത് അപകടത്തിൽ പോയി ചാടും. അവിടെ കാണി വലിയൊരു അപകടത്തിൽ പോയി രക്ഷപ്പെട്ടതായിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഈ ഓഫീസറുണ്ടല്ലോ, മലയാളിയാണ്. ആ സാറ് പറഞ്ഞ് ഞാൻ വോയിസ് വിട്ടുതരാം സാറിൻ്റെ. പൊന്നാര റാഫിയെ, ആ തെങ്ങൊന്ന് പറിച്ചടിച്ച് നാട്ടിൽ പോവല്ലേ, ഇവിടെ അപകടം പിടിച്ചതാണ്, ജനങ്ങൾ പോണതാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ വോയിസ് കേട്ടപ്പോൾ ഞാൻ വോയിസാണ് കേട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ സംഭവം വന്നു. പോയി ചെയ്തു കൊടുത്തോളാം പാവത്തിന്. കാരണം ഇജ്ജ് നാട്ടിൽ പോവല്ല, എന്നെ വേദനിപ്പിക്കലൊന്നുമില്ല മനുഷ്യനെ. എന്തൊരു അപ്പോൾ എന്നോട് വോയിസിൽ വന്ന് കിടക്കണ്ടേ, ഇജ്ജ് എനിക്ക് പൈസയും തരാം നോക്കണം. ഒരു മലയാളി സാറ്, ഞാൻ സാറിൻ്റെ കൂടെ നിന്നിട്ട് വീഡിയോ വിട്ടുതരാം. ആ വോയിസ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ വിട്ടാറുണ്ട്. ആ സാറ് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ പൈസയും തരാം. അങ്ങനത്തെ ഒരു മനുഷ്യന്മാരത്. അല്ലാതെ നമ്മൾ ഈ ഇളനീര് എനിക്ക് തരും, എന്നോട് പറയും ഇളനീര് എനിക്ക് കൊണ്ടുപോയിക്കോന്ന്. ആ സാറുമാർക്ക് എന്തൊരു 5-6 കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അതിൻ്റെ പുറമെ പൈസയും തരികയാണ്. കാരണം അത്രയും ഡേഞ്ചർ പിടിച്ച പണികളാണ് അവിടെ. അപകടം പിടിച്ച ആളെ കിട്ടൂല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നല്ല സ്ഥിതി. എത്രയും വില പിടിപ്പുള്ള കാറാണ് ഒക്കെ എടുക്കുന്നത്. ഞാൻ പറയാൻ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളോട് ഒന്നുകൂടിയും പറയുന്നുണ്ട്, നിങ്ങളെ മനസ്സിൽ പോകാൻ മനസ്സ് കാണിക്കുമ്പോൾ നിങ്ങളെ ഹൃദയത്തിൽ വരും പോകണ്ടെന്ന്. അതിനെ നിങ്ങൾ മുറുക്കെ പിടിച്ചോളി. അന്ന് പോകണ്ട, കുറച്ചിട്ട് പോയിക്കോളി. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്ത് വലിയൊരു അപകടം വന്ന് കിടക്കുന്നുണ്ടാവും. ഹൃദയത്തെ വല്ലം ഭയപ്പെട്ടാൽ മതി. ഉള്ളിലൊരു വിഷമം കിടക്കുമ്പോൾ അതിനെ ഭയപ്പെടുക. അത് നമ്മളെ റൂഹിനെ കടന്നു പിടിക്കേണ്ട സമയമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താണ് അള്ള വന്നിട്ട് മലക്കളെ ഇറക്കി തരണ എല്ലാ മനുഷ്യന്മാരുടെ ദേഹത്തേക്കും. നമ്മൾ നല്ല ചെയ്യുമ്പോൾ പടച്ചോൻ നമ്മളെ കൂടെ ഉണ്ടാവും. തെറ്റ് ചെയ്യുമ്പോഴോ പടച്ചോനും ഉണ്ടാവും. പക്ഷേ പടച്ചോൻ പറയണ്ടേ തെറ്റ് ചെയ്യല മോനെ എന്നാണ് മാറിക്കുന്നു. പിടിച്ചതിൻ്റെ ശേഷമാണ് പടച്ചോൻ പറഞ്ഞത്. എന്നോട് ഞാൻ ആയത്തിനെ പറഞ്ഞു എന്തിനാണ് ഈ തെറ്റ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ പറഞ്ഞങ്ങനെ പറഞ്ഞു അവൻ്റെ പണി തുടങ്ങട്ടെ. ഇതാണ് എൻ്റെ അപകടം. എത്ര ഇവിടെ മുതലാന്ന് അറിയോ? 50, 100, 200, 300, 350 ആകെ എടുക്കുന്നത്. 400, 15 അല്ല സംസുഖ 1500 ഇവിടെ മുതൽ നഷ്ടപ്പെട്ടില്ലേ? 500 പോയാലും കുഴപ്പമില്ല. പക്ഷെ എന്താ അറിയോ, വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. ഇന്ന് നമ്മൾ
പക്ഷേ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി പണിയെടുത്താൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നന്നായി. ഇല്ലെങ്കിൽ ഇതേമാതിരി കാരണം മോൾക്ക് സാധനം സംഭവിക്കുക. കയറി അയ്യണ് അറിഞ്ഞിട്ടില്ല. വാക്കിലെന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം കേട്ടോ.